എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ബീജിങ്ങിലാണ്. ബീജിങ്ങിൽ നിന്ന് നമ്മളൊന്ന് കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ലോക അത്ഭുതങ്ങളിൽപ്പെട്ടിട്ടുള്ള ചൈനയിലെ ഗ്രേറ്റ് വാൾ കാണാനാണ്. നമ്മൾ ഈ ഗ്രേറ്റ് വാൾ കാണാനായിട്ട് പോകുന്നത് മുട്ടിയാനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടേക്ക് ഏകദേശം 70 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് ഇവിടുന്ന്. ഏകദേശം 2 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു നമുക്ക് ഈ ബീജിങ്ങിൽ നിന്ന് മുട്ടിയാനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ വന്നിറങ്ങുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ. നമുക്ക് യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. സുവനീറുകളും അതുപോലുള്ള ക്യാപ്പുകളും ഡ്രസ്സുകളും ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ ഈ വഴിയോരങ്ങളിലൊക്കെ കച്ചവടക്കാർ ഇരുന്നിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വഴിയിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് വളരെ ഭംഗിയോടും വൃത്തിയോടും കൂടിയിട്ട് ഇവർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിയെയും എങ്ങനെയൊക്കെ ആകർഷിക്കണമെന്നും എങ്ങനെയൊക്കെ സ്വാധീനിക്കണമെന്നും വളരെ കൃത്യമായിട്ട് ചൈന നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഈ കാണുന്ന ഷട്ടിൽ ബസ്സിലാണ് നമ്മൾ മേലോട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കേബിൾ കാറിലാണ് നമ്മൾ ഈ ഗ്രേറ്റ് വാളിൻ്റെ അടുത്തേക്ക് പോകുന്നത്. നമ്മുടെ മുന്നിൽ നടക്കുന്ന TCT എന്ന് എഴുതിയിട്ടുള്ള ചുവന്ന ഫ്ലാഗുള്ള ആളാണ് നമ്മുടെ ഗൈഡ്. അദ്ദേഹത്തിൻ്റെ കൂടെ വേണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടക്കാനായിട്ട്. ഈ കാണുന്ന ആളുകളൊക്കെ ഗ്രേറ്റ് വാൾ കാണാൻ വന്നിട്ടുള്ളതാണ്. ഇതിൽ കൂടുതലായിട്ടും ഇവിടുത്തെ ആളുകളെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് പല ഭാഗത്ത് ചൈനയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണ്. ഇനി ഈ കാണുന്ന കേബിൾ കാറിലൂടെ വേണം മേലോട്ട് പോകാനായിട്ട്. ഇത് ഏകദേശം ഈ ഗ്രേറ്റ് വാളിൻ്റെ അടുത്ത് വരെ പോകുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുടുംബമാണ്. ഇവർ അപ്പനും അമ്മയും മകളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഈ മകൾ അവിടെ ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാനഡയിൽ. ഇപ്പോൾ വെക്കേഷൻ സമയമാണ് അവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരെ ഹോങ്കോങ്ങിലോട്ടാണ് പോകുന്നത്. അങ്ങനെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും നമുക്ക് ആ മഹാത്ഭുതങ്ങളിൽപ്പെട്ട ചൈന വൻമതിൽ കാണാൻ പറ്റും. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് നേരെ മുന്നിൽ കാണാൻ പറ്റും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമായിരുന്നു ചൈനയിൽ. അതിൻ്റെ ക്ഷീണമൊക്കെ പലരുടെയും മുഖത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഈ ഗ്രേറ്റ് വാളൊക്കെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മുതൽ മാർച്ച് ഏപ്രിൽ മെയ് ആണ്. സ്പ്രിംഗ് സീസണാണ് ആ സമയത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ സമയത്തൊക്കെയാണ് ഓട്ടം സീസൺ. ആ സമയത്തൊക്കെയാണ് നമുക്ക് ഗ്രേറ്റ് വാളൊക്കെ കാണാൻ പറ്റിയ നല്ല സമയങ്ങൾ. അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ചൈന വൻമതിലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഏകദേശം 21,196 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിന്ന് ഈ കാണുന്ന രൂപത്തിലായിട്ട് ഏകദേശം 600 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുന്നേ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ മതിലുകളായിട്ടാണ് ഇത് പണി തുടങ്ങിയത് തന്നെ. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് ചൈന ഈ കാണുന്ന രൂപത്തിൽ വലിയൊരു ഏകീകൃത രാജ്യമായിരുന്നില്ല. അന്ന് ചെറിയ ചെറിയ നിരവധി രാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. അന്ന് ചൈനയുടെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന ശത്രു രാജ്യങ്ങൾ, മംഗോളിയ പോലുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അന്നത്തെ രാജാക്കന്മാർ ഇതുപോലെ ചെറിയ ചെറിയ മതിലൊക്കെ പണിയാൻ തുടങ്ങിയത്. അത് പിന്നീട് വന്ന രാജാക്കന്മാർ പിന്നെ അത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇന്നത്തെ രൂപത്തിലാക്കി എടുക്കുകയാണ് ഉണ്ടായത്. BC 221 മിൻഷി ഹുവാങ് എന്ന് പറഞ്ഞ രാജാവ് ഈ രാജ്യങ്ങളൊക്കെ ഒരുമിപ്പിച്ച് ഒരു സാമ്രാജ്യ രാജ്യമാക്കിയിട്ട് ചൈനയെ മാറ്റുന്നത്. അദ്ദേഹമാണ് ഭിന്നിച്ച് കിടന്നിരുന്ന ഈ ചെറിയ ചെറിയ മതിലുകളൊക്കെ ശക്തിപ്പെടുത്തുവാനും ബന്ധിപ്പിക്കുവാനും ഒക്കെ ഉത്തരവിട്ടത്. അതിനുശേഷം പിന്നീട് വന്ന പല രാജാക്കന്മാരും അത് പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഗ്രേറ്റ് വാൾ ഇങ്ങനെ ഈ രൂപത്തിലായത്.
1987 ഈ മഹാ അത്ഭുതത്തെ യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ മഹാ അത്ഭുതം കാണാനായിട്ട് ഇവിടെ എത്തുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ വന്നിട്ടുള്ള മുട്ടിയാനോ എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ മാത്രമാണ്. ഇതുപോലെയുള്ള പല സെക്ഷനിലായിട്ട് നമുക്ക് ഇത് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വാച്ച് ടവറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശത്രുക്കളുടെ വരവൊക്കെ നിരീക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പണിതിട്ടുള്ളത്. ഇത് പകൽ സമയത്ത് പുക കത്തിച്ചും രാത്രി സമയത്ത് തീ കത്തിച്ചിട്ടൊക്കെയാണ് ശത്രുക്കളുടെ വരവ് ഇവർ സിഗ്നൽ കൊടുത്തിരുന്നതൊക്കെ. ബെസ്റ്റ് ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പിക്ചറൊക്കെ കാണാം. ഇങ്ങനെയൊക്കെ നമുക്ക് പിക്ചർ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മാർച്ച് ടു മെയ് ആണ്. ആ സമയത്ത് സ്പ്രിംഗ് സീസൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഫോട്ടോസും ഈ കളർഫുള്ളായിട്ടുള്ള സീനൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് വന്നാൽ. ഈ വൻമതിലിൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇത് കല്ലും മണ്ണും ഇഷ്ടിയും വെച്ചിട്ടുള്ള ഒരു മതിൽ മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചൈനീസ് സംസ്കാരവും മനുഷ്യന്മാരുടെ അധ്വാനവും പ്രതിരോധ ശേഷിയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മഹാനിർമ്മിതിയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ചന്ദ്രനിലിരുന്നാലും നമുക്ക് ഈ മഹാമതിലിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പോയിട്ട് കാണാൻ പറ്റിയത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. ചൈനയിലെ മറ്റു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.